ഗുഡ് മോർണിംഗ് രാഹുൽ. ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രിയിലും ഒക്കെ കനത്ത മഴയായിരുന്നോ പലയിടങ്ങളിലും? വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഇടുക്കിയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. പക്ഷെ മഴ രാവിലെ അത്ര കലിപ്പിലല്ല എന്ന് പറയേണ്ടി വരും. തോരാ മഴയോ അല്ലെങ്കിൽ അതിശക്തമായി തുടർന്നു നിൽക്കുന്ന മഴയോ നിലവിൽ ഇടുക്കിയിലില്ല. കുറേ നേരം തോർന്ന ശേഷം ഇപ്പോഴാണ് നേരിയൊരു മഴ ആരംഭിച്ചത്. പക്ഷെ ശക്തമായ കാറ്റ് ജില്ലയിൽ പല മേഖലകളിലും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കൂടിയാണ്. രാവിലെ ഇങ്ങനെ കട്ടിൽ നിന്നൊക്കെ എണീക്കാൻ തോന്നാത്ത തരം തണുപ്പാണ് ഇടുക്കിയിൽ ആകെ അനുഭവപ്പെടുന്നത്. ഈ ശക്തമായ കാറ്റ് മൂലം വലിയ നാശനഷ്ടം കൂടി ജില്ലയിൽ വിവിധയിടങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ കാറ്റിന്റെ ഭീകരത കൂടി മനസ്സിലാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച കാറ്റ് ഇപ്പോഴും വിവിധ മേഖലകളിൽ തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്തിന് സമീപമുള്ള കല്ലാർ എന്ന ചെറിയൊരു ഡാമിന് സമീപമാണ്. 4 ഷട്ടറുകളാണ് ഈ കല്ലാർ ഡാമിനുള്ളത്. ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ 4 ഷട്ടറുകളിൽ ഏതെങ്കിലുമൊക്കെ തുറന്ന് ഇത് ഇരട്ടയാറിലേക്ക് ഒഴുക്കുകയാണ് സാധാരണ ഇവിടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, പക്ഷികളുടെ ഒരു സങ്കേതം കൂടിയാണ് ഈ ഡാം എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ വന്നപ്പോൾ കുറേയധികം പക്ഷികൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. മഴയാകുമ്പോൾ സാധാരണ ആളുകൾക്ക് കുളിക്കാനൊക്കെ വലിയ മടിയുള്ളൊരു സമയം കൂടിയാണ്. പക്ഷേ പക്ഷികളൊക്കെ രാവിലെ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് രാവിലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടത്. ഇനി ഇടുക്കിയിലെ മറ്റു പൊതുവായ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ശക്തമായ മഴയാണ് ജില്ലയിലെ വിവിധ മേഖലകളിൽ രേഖപ്പെടുത്തിയത്. അതിൽ ലോവർ പെരിയാർ, കല്ലാർകുട്ടി, കുണ്ടള, മാട്ടുപ്പെട്ടി, പൊന്മുടി തുടങ്ങിയ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് 100 മില്ലിമീറ്ററിന് മുകളിലാണ് മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇന്ന് ജോലി ചെയ്യാൻ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് തോട്ടം മേഖലയിൽ ജോലികൾക്കും ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് സാലറിയോട് കൂടിയിട്ടുള്ള അവധി നൽകണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് അടിമാലി, ചീയപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ആ നിർമ്മാണം പ്രധാനമായും നടക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലൊക്കെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഇന്ന് രാവിലെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. രാഹുൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞതില്ലേ, ഈ പക്ഷിയുടെ കാര്യം പറഞ്ഞത് രസമായിട്ട് തോന്നിയല്ലേ? നല്ല തണുത്ത പ്രഭാതത്തിൽ ഇടുക്കി പോലൊരു കാലാവസ്ഥയിൽ നിന്ന് രാവിലെ ഡാമിൻ്റെ അവിടെ വന്ന് കുളിച്ചിട്ട് പോകുന്ന പക്ഷികൾ സൂപ്പറായിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ തണുപ്പും ഇടുക്കിയുടെ കാലാവസ്ഥയും തണുപ്പൊന്നും ഇല്ലാതിരുന്നിട്ട് രാവിലെ എഴുതിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കണമല്ലോ എന്ന് ആലോചിച്ച് ഇന്നത്തെ ദിവസം പുറത്ത് പോകണമെന്ന് കരുതിയിരിക്കുന്ന മനുഷ്യരും ഉണ്ടാവും അല്ലേ? അവിടെയാണ് പക്ഷികളുടെ ഒരു വെറൈറ്റി. അതാണ് രാഹുൽ നേരത്തെ സൂചിപ്പിച്ചത്. എങ്കിലും ഇടുക്കിയിൽ മറ്റ് വലിയ കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജാഗ്രത വേണം എന്നാണ് രാഹുലും അറിയിക്കുന്നത്. രാഹുൽ, തിരികെ വരാം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചുള്ളൂ. പല കാഴ്ചകളും പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യാം.